ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടീസിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സംഭവം എന്താണെന്ന്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ ചോക്കോ ഐസ്ക്രീമാണ്. വെറും 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്കതിനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം, മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീം ആദ്യം തന്നെ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു 250 ഗ്രാമിൻ്റെ കപ്പിൽ നിന്ന് 1/4 ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് മിക്സായി വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഓറിയോ ചോക്കോ ഐസ്ക്രീം ആയതുകൊണ്ട് ഞാനൊരു 3-4 ഓറിയോ ചോക്കോ ബിസ്ക്കറ്റ് ഇതിലോട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഐസ്ക്രീമിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു 3-4 ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റുള്ളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് വേണം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ക്ലോസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനൊരു നല്ല ടൈറ്റുള്ളൊരു കണ്ടെയ്നറിലോട്ട് കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഒരു ഓവർനൈറ്റ് ഏകദേശം ഒരു 8 മണിക്കൂറോളം ഇതിനെ ഫ്രീസറിൽ നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴേ നന്നായിട്ട് സെറ്റായി വരത്തുള്ളൂ. ഇനി ഞാനിതിന് മുകളിൽ ഇച്ചിരി ഓറിയോ ബിസ്ക്കറ്റും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 8 മണിക്കൂറോളം ഫ്രീസറിൽ സെറ്റാൻ വേണ്ടി വെക്കാം. ഈ ഐസ്ക്രീം, നമ്മുടെ ഓറിയോ ചോക്കോ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് ഡിഷിലോട്ട് ഇച്ചിരി മാറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് തന്നെ മക്കൾക്കെല്ലാം നല്ല ഐസ്ക്രീം തയ്യാറാക്കി കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ താഴെയുള്ള നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്